വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 9ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മാണുരോഗങ്ങളെ നശിപ്പിക്കുന്നത്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മരോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ആൻസർ: ലൈസോസൈം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മരോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉത്തരം: ലൈസോസൈം. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? ആൻസർ: 1973. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? ആൻസർ: 1973. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്? ആൻസർ: ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്? ഉത്തരം: ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ബ്രാഹ്മണി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം? ബ്രാഹ്മണി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം? ആൻസർ: ഗുൽബർഗ. ബ്രാഹ്മണി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം? ആൻസർ: ഗുൽബർഗ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്? സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്? ആൻസർ: പത്താൻകാർ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്? പത്താൻകാർ. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ രൂപം കൊണ്ട പദ്ധതി? ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ രൂപം കൊണ്ട പദ്ധതി? ആൻസർ: ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ രൂപം കൊണ്ട പദ്ധതി? ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി? വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി? ആൻസർ: നിക്കോളോ കോണ്ടി. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി? നിക്കോളോ കോണ്ടി. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയം? ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയം? ഉത്തരം: വിദ്യാഭ്യാസം. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയം? വിദ്യാഭ്യാസം. സ്വർണം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ്? സ്വർണം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ്? ആൻസർ: നൈട്രിക് ആസിഡ്. സ്വർണം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ്? നൈട്രിക് ആസിഡ്. ചൂലന്നൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതെവിടെ? ചൂലന്നൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതെവിടെ? ആൻസർ: പാലക്കാട്. ചൂലന്നൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതെവിടെ? പാലക്കാട്. കാസിരംഗ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെവിടെ? കാസിരംഗ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെവിടെ? ആൻസർ: അസം. കാസിരംഗ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെവിടെ? അസം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എഴുതിയത് ആര്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എഴുതിയത്? പന്തളം KP രാമൻ പിള്ള. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എഴുതിയത്? പന്തളം KP രാമൻ പിള്ള. ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റിയുടെ കേരളത്തിലെ ആസ്ഥാനം? ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റിയുടെ കേരളത്തിലെ ആസ്ഥാനം? ആൻസർ: തലശ്ശേരി, കണ്ണൂർ. ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റിയുടെ കേരളത്തിലെ ആസ്ഥാനം? തലശ്ശേരി, കണ്ണൂർ. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം? ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം? ആൻസർ: പേപ്പട്ടി വിഷബാധ. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം? പേപ്പട്ടി വിഷബാധ. കേരളത്തിലെ കണ്ടൽ വന ഗവേഷണ കേന്ദ്രം? കേരളത്തിലെ കണ്ടൽ വന ഗവേഷണ കേന്ദ്രം? ആൻസർ: 1000 തെങ്ങ്, കൊല്ലം. കേരളത്തിലെ കണ്ടൽ വന ഗവേഷണ കേന്ദ്രം? 1000 തെങ്ങ്, കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി? ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി? ആൻസർ: തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി? തെന്മല. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം? ISRO സ്ഥാപിക്കപ്പെട്ട വർഷം? ആൻസർ: 1969. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം? 1969. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി? അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി? ആൻസർ: ശിരുവാണി. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി
ശിരുവാണി. വിംസി എന്നറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ പേര്. വിംസി എന്നറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ പേര്. ആൻസർ VM ബാലചന്ദ്രൻ. വിംസി എന്നറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ പേര് BM ബാലചന്ദ്രൻ. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി. ആൻസർ ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. കേരളത്തിലെ ചവിട്ട് നാടകം ഏതു രാജ്യത്തിൻ്റെ സംഭാവനയാണ്? കേരളത്തിലെ ചവിട്ട് നാടകം ഏതു രാജ്യത്തിൻ്റെ സംഭാവനയാണ്? ആൻസർ പോർച്ചുഗൽ. കേരളത്തിലെ ചവിട്ട് നാടകം ഏതു രാജ്യത്തിൻ്റെ സംഭാവനയാണ്? പോർച്ചുഗൽ. കേരളത്തിലാദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം. കേരളത്തിലാദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം. ആൻസർ നോർത്ത് പരവൂർ. കേരളത്തിലാദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം നോർത്ത് പരവൂർ. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം. ആൻസർ സ്വർണം. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം സ്വർണം. ചാരനിറത്തിലുള്ള പുസ്തകം ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക രേഖയാണ്? ചാരനിറത്തിലുള്ള പുസ്തകം ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക രേഖയാണ്? ആൻസർ ബെൽജിയം. ചാരനിറത്തിലുള്ള പുസ്തകം ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക രേഖയാണ്? ബെൽജിയം. ആലപ്പുഴ നഗരം സ്ഥാപിച്ചതാര്? ആലപ്പുഴ നഗരം സ്ഥാപിച്ചതാര്? ആൻസർ രാജാ കേശവദാസ്. ആലപ്പുഴ നഗരം സ്ഥാപിച്ചതാര്? രാജാ കേശവദാസ്. ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മരോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? 1973. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ആൻസർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ബ്രാഹ്മണി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ആൻസർ ഗുൽബർഗ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്? പത്താൻകാർ. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ രൂപം കൊണ്ട പദ്ധതി? ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി? നിക്കോളോ കോണ്ടി. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം? വിദ്യാഭ്യാസം. സ്വർണം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ്? ആൻസർ നൈട്രിക് ആസിഡ്. ചൂരന്നൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതെവിടെ? പാലക്കാട്. കാസിരംഗ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെവിടെ? ആൻസർ അസം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എഴുതിയത്? പന്തളം KP രാമൻ പിള്ള. ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റിയുടെ കേരളത്തിലെ ആസ്ഥാനം? തലശ്ശേരി, കണ്ണൂർ. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം? പേപ്പട്ടി വിഷബാധ. കേരളത്തിലെ കണ്ടൽ വന ഗവേഷണ കേന്ദ്രം? ആയിരംതെങ്ങ്, കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി? തെന്മല. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം? 1969. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി? ശിരുവാണി. വിംസി എന്നറിയപ്പെട്ട പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ പേര്? VM ബാലചന്ദ്രൻ. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി? ബ്രഹ്മപുത്ര. കേരളത്തിലെ ചവിട്ട് നാടകം ഏത് രാജ്യത്തിൻ്റെ സംഭാവനയാണ്? പോർച്ചുഗൽ. കേരളത്തിലാദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം? നോർത്ത് പരവൂർ. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം? സ്വർണം. ചാരനിറത്തിലുള്ള പുസ്തകം ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക രേഖയാണ്? ബെൽജിയം. ആലപ്പുഴ നഗരം സ്ഥാപിച്ചതാര്? ആൻസർ രാജാ കേശവദാസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.